240 രൂപയുടെ ഒരു കാർഡ് റീഡർ മേടിച്ചാണ് 7000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 240 രൂപയുടെ സാധനം മേടിച്ചിട്ട്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കാണുന്ന സാധനം, ഇത് 17 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സാധനമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു വന്നു. ഇത് അത്യാവശ്യം ഞാൻ കണ്ടപ്പോൾ നല്ലൊരു സാധനമായിട്ട് വന്നു. കാരണം ഞാനിതാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഒരു സൈഡിൽ ഇത് കണ്ടില്ല, USB ആണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഒരു സൈഡിൽ Type-C ആണ്. കാരണം ഇതെനിക്ക് വേണമായിരുന്നു നമ്മുടെ ലാപ്പിൽ കുത്താൻ. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മാക്ബുക്കാണ്. സോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കോൺടാക്ട് ചെയ്ത് അവരോട് ഈ കംപ്ലയിൻ്റ് ഒക്കെ റേസ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കണം. ഉദാഹരണം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് 17 പ്രീമിയം ഇതിൻ്റെ താഴെ എഴുതിക്കുന്നുണ്ടോ, ദിസ് ഈസ് ഡെമോ സ്റ്റോർ ഫോർ ടെസ്റ്റിംഗ് പർപ്പസസ്, നോ ഓർഡർ ഷാൽ ബി ഫുൾഫിൽഡ്. സോ ഇപ്പം ഓർഡർ, അതായത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്, കാര്യങ്ങളാണ്. നമ്മളെന്താ ടെസ്റ്റ് ഡോസോ? സോ ഞാൻ ഫ്ലിപ്കാർട്ടിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളത് കാണിക്കുന്ന ശുദ്ധമാണ്, കണ്ടോ ഭയങ്കര 5 Gbps സ്പീഡ്. സോ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് മെമ്മറി കാർഡ് ഇടും. മെമ്മറി കാർഡ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹീറ്റാവും. ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹീറ്റിങ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ 512 GB മെമ്മറി കാർഡ്, അതായത് ഞാൻ Insta360 യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെമ്മറി കാർഡ് അങ്ങ് പോയി കിട്ടി. അത് മാത്രം പോയതല്ല പ്രശ്നം. സോ കഴിഞ്ഞ ദിവസം മൂന്നാർ മഴ ചെയ്തതുണ്ടല്ലേ, സാൻഡിസ്കിൻ്റെ 512 മെമ്മറി കാർഡ് അങ്ങ് പോയി കിട്ടി. പോയതല്ല പ്രശ്നം. കഴിഞ്ഞ ദിവസം മൂന്നാർ പോയതിൻ്റെ ഒക്കെ വീഡിയോസ് ഇതിൻ്റെ അകത്തായിരുന്നു. എന്ത് ചെയ്യാനാണെന്ന് ഓർത്തണേ. ഒരു 240 രൂപയുടെ ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ കണ്ട് ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യം, സാർ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസ് ആണ്, അങ്ങനെയാണ്, അത് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഈ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഡെമോ സ്റ്റോറാണ്, ടെസ്റ്റിംഗ് പർപ്പസ് ആണ്, ഓർഡർ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലേക്കാണ് വരുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇത്. അതും ഇതിൻ്റെ സ്ഥലം എവിടെയെന്നറിയോ? ചോർ ബസാർ. എങ്ങനെ ഇരിക്കണം? ആൻഡ് ഇതിന് റിവ്യൂ എഴുതുന്നവന്മാരെ വേണം ആദ്യം കാലവാരി ഭിത്തിക്കലടിക്കാൻ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് അവന്മാരുടെ പ്രൊഡക്റ്റാണ് ഇത് മുഴുവനും. പക്ഷേ ഒരാൾ പോലും ഇത് മേടിക്കാൻ നിൽക്കരുത്. എനിക്കിപ്പോൾ നിലവിൽ എൻ്റെ 512 GB മെമ്മറി കാർഡാണ് പോയെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഞാനൊന്ന് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് റീപ്ലേസ്മെൻറ്റ് മേടിച്ച് എന്നിട്ട് നിലവിൽ പുതിയത് വന്നതാണ്. ഇതിലും സെയിം തന്നെ. മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ 2 സെക്കൻഡ് 3 സെക്കൻഡിനുള്ളിൽ മെമ്മറി കാർഡ് ഹീറ്റ് ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ മെമ്മറി കാർഡും അടിച്ചു പോകും.